നീ എങ്ങനെ ഒരു നിഴലിനെ കണ്ടേ? അതായത് ഒരു രൂപം നിന്റെ അടുത്തോട്ട് വരുന്ന പോലെ നിനക്ക് തോന്നി, അങ്ങനല്ലേ? അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചില്ലയോ, കൊച്ചിന്റെ മേൽ ഇപ്പോൾ ഒരു അത്ഭുതം ഉണ്ടാകാൻ പോവാ. അവിടെ ഉദരത്തിലെ കൊച്ചിന് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞ്. ഇന്നെല്ലാ കോംപ്ലിക്കേഷനും മാറും. ഈ ഒരു സാധനം കിടക്കുക. അവര് ഡൈവോഴ്സ് ആയോ? ആയി. എന്റെ പേര് പറയടി. ആര്യ. ആ, കൂടെ ആരുണ്ട്? സഹോദരിയാണോ? ആ, നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചില്ലയോ, കൊച്ചിന്റെ മേൽ ഇപ്പോൾ ഒരു അത്ഭുതം ഉണ്ടാകാൻ പോവാ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ കൂടാരത്തിൽ ഉണ്ടാകാൻ പോവാ. ഊനമില്ലാത്തൊരു തലമുറയെ ദൈവം നിനക്ക് തരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് നമ്മളെ. ആര്യ, നീ ഒരു വലിയ വിഷയത്തിൽ വിഷമിച്ചോണ്ടാ വന്നേക്കുന്നേ. സത്യക്കൂട് ആരൊക്കെ ഉണ്ട്? ഇവിടെ ഹസ്ബൻഡ് ആരാ? ആര്യയുടെ. ആ, സ്നേഹിച്ച് കിട്ടിയാണോ? എത്ര നാൾ സ്നേഹിച്ചു? 1 വർഷം. ബാബാ ഇറങ്ങിപ്പോയായിരുന്നു വീട്ടിൽ നിന്ന്? എത്ര നാൾ ഇറങ്ങിപ്പോയി? വീട്ടുകാരെപ്പോഴും മിണ്ടത്തില്ലയോ? ആ, ഇവിടെ വിളിച്ചോണ്ട് പോയാന്നോ? കയ്യിൽ കൊടുത്തേക്കുവാണോ? അല്ല, പാൻഡ ഞാനിവിടെ കയറും. ഇപ്പോഴത്തെ ഭാഷനാന്നോ ഇത്? അറിയത്തില്ല. ആ, എത്ര വയസ്സുണ്ട്? സെയിം വയസ്സാ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ നിന്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നിന്റെ അമ്മ നിന്നെ കൈയെടുത്ത് പ്രാപിയിട്ടുണ്ട്. അതെവിടെ വെച്ചാന്നറിയാം? ആ ഒരു ആധിപത്യം വീട്ടിൽ കിടപ്പുണ്ട്. ഞാനിപ്പം നിന്റെ കാതി പറയും. എന്നോട് 3 കാര്യ ദൈവം പറയുന്നേ. എടാ, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? പോലീസ് കേസ് വല്ലതും ഉണ്ടോ? അതിന്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് ദൈവം വിടുവിച്ച, അല്ലയോ? ദൈവം വിടുവിച്ച. നിന്റെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാ. നീ ഇന്ന് തൊട്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ചോണം. ഇന്ന് നിന്റെ വീട്ടിൽ കിടക്കുന്ന മുഴുവൻ ശാപവും എൻ്റെ ദൈവം പൊട്ടിച്ച് കളയാൻ പോവാ. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് ആദരമൊന്ന് തുറന്ന് യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടി ഇന്ന് രാവിലെ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്ന വീടുമ്പോ മാറ്റൂലി ഞാൻ കേട്ടിടും നാട്ടിലേ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്ന വീടുന്ന മാറ്റൂലി ഞാൻ കേട്ടിടും നാട്ടിലേ. ക്ഷാമം ഭൂകമ്പം ആദീനാരംഭം, ക്ഷാമം ഭൂകമ്പം ആദീനാരംഭം, വാഴും ഞാനും രക്ഷിതാ കൂടെ എപ്പോഴും തൻ കൃപയിലാശ്രയില്ല. നിന്റെ വീട് എവിടാ? കടമ്പനാട്, എറണാകുളത്ത്. എവിടെ വെച്ച് കണ്ട് പ്രേമിച്ച? ആ, ഇന്ന് നമ്മൾ പരിപാടിയെല്ലാം നിർത്തും, ഇല്ലയോ? ചുമ്മാ പറയുവാണോ? അല്ല, എല്ലാം നിർത്തി യേശുവിന് വേണ്ടി ജീവിക്കണം. അമ്മയെ വിളിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് പോയിട്ട് അമ്മയെ വിളിച്ചിട്ട് ക്ഷമ പറയണം. അമ്മയുണ്ടോ ഇവിടെ? ഇവന്റെ അമ്മ. ആ, അമ്മയുടെ അമ്മ. അമ്മയുടെ അമ്മയ്ക്ക് ഒരു കാര്യം അറിയാവോ? ഈ പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യ അറിയാലോ. അതാ ഇവളെ വിളിച്ചപ്പോ കണ്ട ആദ്യം. രണ്ടാമത് കണ്ടത് അവിടെ ഉദരത്തിലെ കൊച്ചിന് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞ്. ഇന്നെല്ലാ കോംപ്ലിക്കേഷനും മാറും. നീ അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെയും കൊണ്ട്, എടാ
നിന്റെ കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കൊണ്ട് സാക്ഷ്യം പറയണം. വരുമോ? കുഞ്ഞ് പൂർണ്ണ വളർച്ചയുള്ള, ഒരു കുഴപ്പമില്ലാത്ത, നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ ദൈവം നിനക്ക് ദാനമായിട്ട് തരാൻ പോവാ. അതിന് നീ ചെയ്യേണ്ടത്, ഇന്ന് തിരിച്ചു വീട്ടിൽ പോയി നിന്റെ അമ്മയെ വിളിക്കണം. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ പറയണം, അമ്മേ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് എനിക്ക് ഈ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്താ, എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് എന്നോട് എന്ത് വൈരാഗ്യം ഉണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കണം. പറയുമോ? ചെന്ന് പറഞ്ഞേക്കണം. നിന്റെ അമ്മ നിന്റെ എന്നാ ഡേറ്റ് പറഞ്ഞേക്കുന്നത്? ഡ്യൂ ഡേറ്റ് എന്നാ? ഈ മാസം 29. അവിടം വരെ പോകത്തില്ല. അതിന് തൊട്ട് പുറകിൽ ദൈവം നിനക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ ദൈവം ദാനമായിട്ട് തരാൻ പോവാ. നിങ്ങളൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സകല കോംപ്ലിക്കേഷനും ഈ നിമിഷം മാറിപ്പോകയാ. ആ കുഞ്ഞിന്റെ മേൽ പൂർണ്ണ വളർച്ച ദൈവം കൊടുക്കാൻ പോവാ. നിനക്കിപ്പോ തലമുറയെ ദൈവം തരും, അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ. നീ ഇന്ന് തന്നെ അമ്മയെ വിളിക്കണം. വിളിക്കുമല്ലോ? വിളിക്കും. ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. അതെന്നാന്നറിയോ? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടോ? അത് എത്ര നാൾ മുമ്പാ കണ്ടേ? എടാ കൊച്ചെ, ഞാൻ ഈ ദൈവത്തോട് കള്ളം പറയാൻ പറ്റത്തില്ല. നീ എങ്ങനെ ഒരു നിഴലിനെ കണ്ടേ? അതായത് ഒരു രൂപം നിന്റെ അടുത്തോട്ട് വരുന്ന പോലെ നിനക്ക് തോന്നി, അങ്ങനല്ലേ? അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. സത്യം, ഞാനിത് കാണുവാ. എന്നോട് പരിശുദ്ധ എന്നാന്നറിയോ? ഇവനും ഇവന്റെ നിന്റെ അമ്മയും അച്ഛനും കൂടെ സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല. സത്യം സത്യം. ഈ ഒരു സാധനം കിടക്കുക. അവര് ഡൈവോഴ്സ് ആയോ? ആയി. എത്ര നാളായി? 6 വർഷം. 7 വർഷമായി. ഈ സാധനം നിന്റെ വീട്ടിൽ കിടക്കുക. മക്കളെ, നിങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. പക്ഷെ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ കിട്ടുന്നത് നിന്റെ വീട്ടിലെ ശാപത്തിന്റെ കെട്ട് പൊട്ടുവാ. ഇതിന് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അടയാളമാക്കി ദൈവം ചെയ്യാൻ പോവാ. എല്ലാവരും കൂടെ ആ ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ച് നന്ദി ദൈവമേ എന്ന് പറയാൻ പറ്റുന്ന എല്ലാരും കൂടെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു. ഞാനായതിൻ ആധാരം നീയേ, നന്ദി 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 യേശുവേ. എൻ വിശ്വാസത്തിൽ ആരംഭം നീയേ. ഓ നന്ദി 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 ദൈവമേ. ഞാനായതിൻ ആധാരം ആരംഭം നീയേ. മോനെ, ഇന്ന് തൊട്ട് യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കത്തില്ലേ? ജീവിക്കും. നിന്റെ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കണം. സമർപ്പിക്കും. എടാ, നീയും ഇവളും കൂടെ മസ്കറ്റിൽ പോവും. അവിടെ നിൽക്കും. നിന്റെ കുഞ്ഞിനെ അവിടുത്തെ സ്കൂളിൽ വളർത്തും. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായി വരും. ഒന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ സകല ദൈവത്തിന്റെ മക്കളും കൂടെ ഈ രാവിലെ ഒന്ന് ആദരം തുറന്ന് ആ നാമത്തെ ഒന്ന് വിളിച്ച് നിന്റെ വീടിനകത്ത് പമ്മിക്കിടക്കുന്ന എല്ലാ ശാപങ്ങളും ഇന്ന് രാവിലെ പൊട്ടിമാറും. എടാ, കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കണം. യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കത്തില്ലയോ? നീ ജീവിക്കത്തില്ലേ? ഒരു വിശ്വാസമൊക്കെ ആയില്ലേ? എടി, എല്ലാം യേശുവിന് അറിയാം. നിങ്ങൾ കൈയടിച്ച ദൈവത്തിന് വന്ന് നന്ദി പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്തേ. ആരാധനയേ സുഖേ